നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ? ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പട്ടാമ്പി പാലം. ഞങ്ങൾ പട്ടാമ്പിക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഈ കാണുന്ന പട്ടാമ്പി പാലം. കാരണം എന്താണെന്നറിയോ? നാട്ടിൽ വെള്ളപ്പൊക്കം വന്നാലും ഉരുൾപൊട്ടൽ വന്നാലും എന്തിനേറെ പറയുന്നു ഭൂകമ്പം വന്നാലും അന്നും ഇന്നും പിടിച്ചു നിൽക്കുന്ന രണ്ടാളുകളെ ഈ പട്ടാമ്പി ദേശത്തുള്ളൂ. അതിലൊരാളാണ് നമ്മൾ ഈ കാണുന്ന, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന നമ്മുടെ പാമ്പൻ പാലത്തിനോട് തുല്യത തോന്നിക്കുന്ന ഈ പട്ടാമ്പി പാലം. പിന്നെ ഒരാൾ കൂടിയുണ്ട്. അയാളെ നമുക്ക് വരുന്ന വഴിയിൽ വെച്ച് കാണാം. ഇനി നമ്മൾ കാണാൻ പോണ ആൾ ചെറിയ പുള്ളിയൊന്നുമല്ല കേട്ടോ. അങ്ങ് കേന്ദ്രത്തിലൊക്കെ പിടിയുള്ളതാണ്. നമ്മുടെ പട്ടാമ്പി റെയിൽവേ ഓവർ ബ്രിഡ്ജ്. ഞങ്ങൾ പട്ടാമ്പിക്കാർ റെയിൽവേ കമാൻ എന്ന് പറയും. ഒരു ശരാശരി പട്ടാമ്പിക്കാരൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും പട്ടാമ്പിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന രണ്ട് അടയാളങ്ങളാണ് നമ്മളിപ്പോൾ കണ്ട ഈ പട്ടാമ്പി പാലവും പട്ടാമ്പി കമാനവും. എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി പട്ടാമ്പി പട്ടണത്തിൻ്റെ മുഖമുദ്രകളായി നിലകൊള്ളുന്ന ഇവരെ രണ്ടുപേരെയും കുറിച്ച് പറയാതെ ഞാൻ എങ്ങനെയാണ് പട്ടാമ്പിയെക്കുറിച്ച് പറയുക, അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ യാത്രയെക്കുറിച്ച് പറയാം. നമ്മളിന്ന് പോകുന്ന സ്ഥലത്തെക്കുറിച്ച്. സിനിമക്കാരുടെ പ്രധാന ലൊക്കേഷനുകളാണ് നമ്മുടെ ഒറ്റപ്പാലവും പട്ടാമ്പിയും ഒക്കെ. കാരണം എന്താണെന്നറിയോ? നിളയുടെ ആ വശ്യ സൗന്ദര്യവും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന നമ്മുടെ ഈ പച്ചപ്പും ഒക്കെ കൂടിച്ചേർന്ന് ഇത്രയും സൗന്ദര്യമായിട്ടുള്ള ഒരു നാട് വേറെ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക, അല്ലേ? നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് പട്ടാമ്പി കമാനത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്പ്രത്തേക്ക് പോകുന്ന റോഡാണ്. ഇതൊരു തീരദേശ റോഡാണ്. ഒരു ഭാഗത്ത് ശാന്തമായി ഒഴുകുന്ന നിള, മറുഭാഗത്തോ നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കൊണ്ട് ഭൂമിയിലെ സ്വർഗമാണെന്ന് തോന്നിപ്പിക്കുന്ന വയലേലകൾ. ഈ റോഡിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലമായാൽ പോലും നിർത്താൻ തോന്നില്ല. കാരണം അത്രയ്ക്കും മനോഹരമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇനി നമ്മുടെ കഥാനായകനെ പറ്റി പറയാം. ഇതാണ് വെള്ളാളംകുളങ്ങര നരസിംഹക്ഷേത്രം. നമ്മൾ പട്ടാമ്പിക്കാർക്ക് അധികം പേർക്കും അറിയാതെ പോയ ഒരിടമാണിത്. പക്ഷേ ചിലരെങ്കിലും ഈ ക്ഷേത്രവും ഇവിടുത്തെ കുളവുമെല്ലാം തീർച്ചയായും കണ്ടിരിക്കും.
അത് നേരിട്ടായിരിക്കില്ല, സിനിമയിലൂടെ. അതെ, മലയാളത്തിൻ്റെ മികച്ച സംവിധായകനായ ലാൽ ജോസിൻ്റെ ഇഷ്ട ലൊക്കേഷനാണ് ഈ സ്ഥലം. 1979 പുറത്തിറങ്ങിയ നീലത്താമര എന്ന ചിത്രം, അതൊരു ക്ലാസിക് ചിത്രമാണ്. നമ്മുടെ അയൽഗ്രാമക്കാരനായ MT വാസുദേവൻ നായരാണ് ആ ചിത്രത്തിൻ്റെ രചയിതാവ്. ഇതിൻ്റെ തന്നെ ന്യൂ വേർഷനായിട്ട് 2009 ലാൽ ജോസ് സംവിധാനം ചെയ്ത നീലത്താമര എന്ന ചിത്രത്തിലെ ചില രംഗങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ കുളത്തിൻ്റെ പരിസരത്തായി ചിത്രീകരിക്കപ്പെട്ടു.
വള്ളുവനാടിൻ്റെ ഗ്രാമ സൗന്ദര്യം മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് ഒരു മഞ്ഞപ്പട്ടെടുത്ത് മയിൽപ്പീലിയും ചൂടി പുഞ്ചിരി തൂകി നിൽക്കുന്ന ഒരു കണ്ണനെ നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാം. ഓരോ കാഴ്ചകളും നമ്മുടെ കണ്ണിൻ്റെ ആനന്ദമാണ്, പുണ്യമാണ്. തിരിച്ചിറങ്ങുമ്പോൾ എനിക്കൊപ്പം ആ പുണ്യം നിങ്ങളിലേക്കും പകരട്ടെ. നിലാതീരത്തെ സംസ്കാരവും സ്നേഹവുമൊക്കെ തന്നെയാണ് പട്ടാമ്പിക്കാരുടെ മുതൽക്കൂട്ട്. അറിഞ്ഞും അറിയപ്പെടാതെയും കിടക്കുന്ന അനേകം ക്ഷേത്രങ്ങളും പള്ളികളും സ്മാരകങ്ങളുമൊക്കെ നമ്മുടെ ചരിത്രത്തിൻ്റെ കാവലാളുകളാണ്, ഒരുമയുടെ പൈതൃകങ്ങളാണ്. പട്ടാമ്പി ടൗണിൽ നിന്നും കിഴായൂർ നമ്പ്രം തീരദേശ റോഡിലൂടെ 3 കിലോമീറ്ററാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. വീണ്ടും ഒരു യാത്രയിൽ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സായി.